ഹലോ, എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് ഹാർദമായ സ്വാഗതം. മനോഹരമായൊരു ഇൻഡിപെൻഡൻറ്റ് ഹൗസ്, അതും നല്ലൊരു ലൊക്കേഷനിൽ കിട്ടിയാലോ. ഇന്നത്തെ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വയ്ക്കാനും മറക്കല്ലേ. അങ്ങനെ ചെയ്താൽ ദിവസവും ഇതുപോലെയുള്ള വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് വീണ്ടും കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ഞങ്ങൾ ഇന്ന് എത്തിച്ചേർന്ന് നിൽക്കുന്ന എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം കുഴുവേലിപ്പടിക്ക് അടുത്തായിട്ടാണ്. കുഴുവേലിപ്പടി എന്ന് പറയുമ്പോൾ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏതാണ്ട് ഒരു 8 കിലോമീറ്റർ മാത്രം ദൂരത്തായി നിർമ്മിച്ച മനോഹരമായ ഈ വീട് ഒരു ഇൻഡിപെൻഡൻറ്റ് ഹൗസാണ്. നല്ല റോഡ് സൗകര്യം ഈ വീടിന് അവൈലബിൾ ആണ്. പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജായാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയൊരു മനോഹരമായൊരു വീടാണ്. അതും ചുറ്റും ധാരാളം വീടുകളെല്ലാമുള്ള നല്ലൊരു ഭംഗിയിലുള്ള മനോഹരമായ വീട്. ഈ വീട് നിർമ്മിച്ചിരിക്കുന്ന 5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ്. 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു യൂട്ടിലിറ്റി സ്പേസുമായാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റും കോമ്പൗണ്ട് വാൾ നൽകിയിരിക്കുന്നു. സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റ് വീടിന് നൽകിയിരിക്കുന്നു. 3 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് വീടിൻ്റെ മുൻവശത്ത് ലഭിക്കുന്നുണ്ട്. വീടിൻ്റെ മുൻവശത്തായി കടുപ്പാക്കല്ലുകൾ വിരിച്ചിരിക്കുന്നു. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിട്ടുണ്ട്. നമ്മുടെ ലൊക്കേഷനിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു 7-8 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ ആലുവ ടൗണിലേക്കാണെങ്കിലും 6.5 കിലോമീറ്റർ ദൂരവും തൊട്ടടുത്തുള്ള ജംഗ്ഷനിലേക്ക് ജസ്റ്റ് വാക്ക് ഡിസ്റ്റൻസ് മാത്രം ദൂരവും വരുന്ന ഈ മനോഹരമായ വീട്ടിൽ നിന്നും കളമശ്ശേരിയിലേക്ക് ഏതാണ്ട് ഒരു 6-6.5 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പോകാം. ഈ വീട് തീർത്തും വാസ്തു നിയമപ്രകാരം തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ മുൻവശത്തെ ഡോറ് 2 പാളികളായി ചെയ്തിരിക്കുന്നു. ഇത് ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെല്ലുന്ന ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. നേരെ കയറി ചെല്ലുന്ന ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്ക് നല്ല സ്പേഷ്യസ് ആയ ലിവിങ് സ്പേസ് ഡബിൾ ഹൈറ്റിൽ നൽകിയിരിക്കുന്നു. ഡബിൾ ഹൈറ്റിൽ തന്നെ ഒരു വാളിൽ ഗ്ലാസ് ടഫൻ ഗ്ലാസ് എല്ലാം നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. ഹാങ്ങിങ് ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. മനോഹരമായ ലിവിങ് സ്പേസാണ് നമുക്ക് ലഭിക്കുന്നത്. മാത്രമല്ല വലിയൊരു TV യൂണിറ്റ് ഇവിടെ അവൈലബിൾ ആണ്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. വലിയൊരു ഷാൻഡിയർ ലൈറ്റ് എല്ലാം ഹാങ് ചെയ്തിരിക്കുന്നു. മനോഹരമായ രീതിയിലാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയൊരു കോർണർ സൈസ് സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ധാരാളമായി തന്നെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. മൾട്ടിവുഡിൽ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നു. മനോഹരമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. മനോഹരമായൊരു ഡൈനിങ് ഏരിയ ആണ് കേട്ടോ നമുക്കിവിടെ ലഭിക്കുന്നത്. വലിയൊരു ഡൈനിങ് ടേബിൾ, എനിക്ക് തോന്നുന്നു ഒരു 10-12 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തു നിന്നാണ് സ്റ്റെയർ കേസ്, അതായത് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ കേസ് എല്ലാം നൽകിയിരിക്കുന്നത്. ഇവിടെയായി വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. ഇവിടെ സാനിറ്ററി ഫിറ്റിങ്സുകൾക്കായി ഉപയോഗിച്ചിരിക്കുന്നത് ജാഗോർ സെറ ബ്രാൻഡാണ്. കിച്ചണാണ് നമ്മൾ ഈ സൈഡിൽ കാണുന്നത്. മനോഹരമായൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് കേട്ടോ ഇവിടെ നൽകിയിരിക്കുന്നത്. ഹാൻഡ് മെയ്ഡ് ഒരു വാഷ് കൗണ്ടർ, ഹാൻഡ് മെയ്ഡ് വാഷ് ബേസും നൽകിയിരിക്കുന്നു. ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം നൽകി മനോഹരമായൊരു കിച്ചണാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതിലൊരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളെല്ലാം കിച്ചൺ കൗണ്ടറിൽ നൽകിയിട്ടുണ്ട്. ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ് ഇവിടുത്തെ കബോർഡ് വർക്കുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിച്ചണോട് ചേർന്നതിന് വലിയൊരു വർക്ക് ഏരിയ കൂടി അവൈലബിൾ ആണ്. ഇവിടെയും ധാരാളം കബോർഡ് വർക്കുകളും ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. മാത്രമല്ല വർക്കിംഗ് ടേബിളെല്ലാം നൽകിയിട്ടുണ്ട്. ഈ വീടിൻ്റെ വാട്ടർ സോഴ്സ് വരുന്നത് കിണർ വെള്ളമാണ് കേട്ടോ. മാത്രമല്ല KW കണക്ഷനും നമുക്കിവിടെ അവൈലബിൾ ആണ്. അത്യാവശ്യം സെറ്റ് ബാക്ക്, സൈഡ് വശങ്ങളെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് നൽകി തന്നെയാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഇവിടുത്തെ കിണർ വരുന്നത്. മാത്രമല്ല ഈ ഗ്യാസിൻ്റെ സിലിണ്ടറെല്ലാം വയ്ക്കാനുള്ള പ്രത്യേക സൗകര്യങ്ങളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ബെഡ്റൂമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയ 2 ബെഡ്റൂമുകളാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. സീലിംഗ് ഫാൻ നൽകിയിട്ടുണ്ട്. വലിയ വെട്രിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. ഒരു ഡ്രസ്സിങ് ഏരിയ ഇവിടെ അവൈലബിൾ ആണ്. ഏതാണ്ട് ഒരു 12-14 എന്ന അളവിലാണ് ഈ ബെഡ്റൂമുകളെല്ലാം വരുന്നത്. ഇതാണ് ഇവിടുത്തെ ബാത്റൂമാണ്. നമ്മളെ നീളത്തിലുള്ള നല്ല മനോഹരമായൊരു ബാത്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കൺസീൽഡ് ആയിട്ടാണ്, വാൾ മൗണ്ട് ആയിട്ട് തന്നെയാണ് ഇവിടുത്തെ ഫിറ്റിങ്സും എല്ലാം ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ബെഡ്റൂമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. മനോഹരമായ രീതിയിലൊരു കളർ തീമിലാണ് ഇവിടുത്തെ വാൾഡ്രോബ്സും എല്ലാം നൽകിയിരിക്കുന്നത്. ബാത്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൺസീൽഡ് ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്.
ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. സ്റ്റെയർകേസ് ഒരു കാൻറ്റിലിവർ സ്റ്റെയർകേസാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വുഡൻ ഫിനിഷുള്ള ടൈൽസുകൾ ഫ്ലോറിങ്ങിനായും നൽകിയിട്ടുണ്ട്. നേരെ കയറിച്ചെല്ലുന്ന ഇവിടുത്തെ അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. നല്ല മനോഹരമായ അപ്പർ ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഇവിടെയെല്ലാം ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിലെല്ലാം GS സ്ക്വയർ ട്യൂബിലാണ് ചെയ്തിരിക്കുന്നത്. വുഡും ഉപയോഗിച്ചിരിക്കുന്നു. നല്ല ഭംഗിയിലുള്ള ഒരു ഫസ്റ്റ് ഫ്ലോർ ലിവിംഗ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. മാത്രമല്ല ഒരു സ്റ്റഡി ടേബിളെല്ലാം ഈ ഏരിയയിൽ നൽകിയിട്ടുണ്ട്. ഷാൻലിയർ ലൈറ്റ് എല്ലാം മനോഹരമായ രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. വാളുകളിൽ സിമെൻറ്റ് ടെക്സ്ചർ എല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. 2 ബെഡ്റൂമുള്ള ഒരു യൂട്ടിലിറ്റി സ്പേസുമാണ് കേട്ടോ ഈ ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തുമായിട്ടും ഇവിടെയും ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം ചെയ്തിരിക്കുന്നു. ധാരാളം വെൻറ്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി ഭംഗിയാക്കിയൊരു ഏരിയയാണിത്. ഇവിടുത്തെ 3rd ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. ബെഡ്റൂമുകളെല്ലാം നല്ല സ്പേഷ്യസ് കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ധാരാളം വെൻറ്റിലേഷൻ സൗകര്യങ്ങളെല്ലാം ഇവിടെയും ചെയ്തിരിക്കുന്നു. വലിയ വെട്രിഫൈഡ് ടൈൽസുകളാണ് കേട്ടോ ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. ഇവിടുത്തെ ബാത്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയ നീളത്തിലുള്ള ബാത്റൂമാണ്. കൺസീൽഡായിട്ടാണ് ബാത്റൂം എല്ലാം ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളും അതുപോലെ തന്നെ എക്സോ സൗകര്യങ്ങളെല്ലാം നൽകി തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ബെഡ്റൂമും അവൈലബിൾ ആയിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളും സീലിംഗ് ഫാനുകളും നൽകിയിരിക്കുന്നു. ധാരാളം വെൻറ്റിലേഷൻ സൗകര്യങ്ങളും എല്ലാം നൽകി തന്നെയാണ് ബാത്റൂമും നൽകിയിട്ടുള്ളത്. സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകൾ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് ആണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് യൂട്ടിലിറ്റി സ്പേസും ഒരുക്കിയിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. അയൺ ചെയ്യാനുള്ള ഡ്രസ്സെല്ലാം അയൺ ചെയ്യാനുള്ള പ്രത്യേക ഒരു ടേബിളെല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ബാൽക്കണിയാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളും അതുപോലെ പ്ലാന്റുകളെല്ലാം വയ്ക്കാനുള്ള പ്രത്യേക ഏരിയ എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ വീണ്ടും വീഡിയോ എല്ലാവരും കണ്ട് കാണും എന്ന് വിശ്വസിക്കുന്നതൊക്കെ തന്നെയാണ് വീടിൻ്റെ വിശേഷങ്ങൾ. ഇനി നമുക്ക് അറിയേണ്ടത് ഇതിൻ്റെ വിലയാണ്. 5 സെൻറ്റിൽ 2300 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു യൂട്ടിലിറ്റി റൂം അടങ്ങുന്ന ഈ വീട് മനോഹരമായ ലൊക്കേഷൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. കാക്കനാട് ഇൻഫോ പാർക്ക് എന്ന് ഏതാണ്ട് ഒരു 7 കിലോമീറ്റർ മാത്രം ദൂരത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. ബസ് സ്റ്റോപ്പിലേക്കെല്ലാം ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രം ദൂരമാണ് വരുന്നത്. നല്ലൊരു ലൊക്കേഷനാണ്. ധാരാളം വീടുകളെല്ലാമുള്ള മനോഹരമായ ലൊക്കേഷൻ. 2018-19 കാലഘട്ടത്തിൽ ഫ്ലഡ് ബാധിക്കാത്തൊരു ഏരിയയാണ്. ഈ വീടിൻ്റെ വില വരുന്നത് 1,25,00,000 രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളാണ്. സൈറ്റ് വിസിറ്റിങ്ങിനായി ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാ ബാങ്കുകളുടെയും ലോൺ സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്പോൾ തന്നെ വിളിച്ചോളൂ. സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒയാസിസ് പ്രോപ്പർട്ടീസുമായി കണക്ട് ചെയ്തോളൂ. വീട് കാണാം, സ്വന്തമാക്കാം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.